ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് മാലാഖമാർ കഴിക്കുന്ന പഴം അല്ലെങ്കിൽ ഫ്രൂട്ട് ഓഫ് ഏഞ്ചൽസ്, അതായത് നമ്മുടെ സ്വന്തം പപ്പായ ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പം മാലാഖമാരുടെ പഴമെന്ന് പറഞ്ഞത് ഞാനല്ല കേട്ടോ, ക്രിസ്റ്റഫർ കൊളംബസ് പണ്ട് പപ്പായ കഴിച്ചപ്പോൾ പറഞ്ഞ ഒരു വേർഡാണെന്നാണ് കിട്ടിയ അറിവ്. അപ്പം മാലാഖമാരുടെ പഴമെന്ന് പറയുന്നതിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. നല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണല്ലോ പപ്പായ. പല രീതിയിൽ നമ്മൾ പപ്പായ ഫ്രൂട്ട് കഴിക്കാറുണ്ട്. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പപ്പായ ജ്യൂസ് ആണ്. ഇത് ഹെൽത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച പപ്പായ ആയിരിക്കണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച പപ്പായ അത് പഴുത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് അങ്ങ് തയ്യാറാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കാണുന്ന കണക്ക് പപ്പായ കിട്ടുമ്പോഴത്തേക്കും ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ, ടാറ്റാ, ബൈ ബൈ, സീ യു.